വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ബൈബിൾ സ്റ്റഡിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ് അതിൻ്റെ 2ാമത്തെ വിഭജനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള വിഷയങ്ങളെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 2ാമത്തെ വിഭജനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ സഭ യെരുശലേമിൽ എന്നുള്ള വിഷയമാണ്. അഥവാ യെരുശലേം സഭയെക്കുറിച്ചുള്ള 7 ക്വാളിറ്റികൾ നമ്മൾ ചിന്തിച്ചു വരികയാണ്. അതിലെ 1-ാമത്തെ ക്വാളിറ്റി യെരുശലേം സഭ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. 2-ാമത്തെ ക്വാളിറ്റി യെരുശലേം സഭ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസഭയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ 2-ാമത്തെ ക്വാളിറ്റി നാം ചുരുക്കത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ദൈവവചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവ് ശ്രദ്ധിച്ചിരുന്നു. അത് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കി. പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുന്ന ദൈവമക്കൾക്ക് അത് കാണുവാൻ കഴിയും. അതേ ശുശ്രൂഷ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശിഷ്യന്മാർ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. യെരുശലേമിലെ സഭ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്തതുപോലെ തന്നെ ദൈവവചന ശുശ്രൂഷയ്ക്ക് അവർ പ്രാധാന്യത കൊടുത്തു. ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമാണ് പ്രസംഗവും പഠിപ്പിക്കലും അഥവാ ഉപദേശിക്കുക. നമ്മളിത് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച് 1-ാമത്തെ പത്രോസിൻ്റെ പ്രസംഗ വിഷയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയാണ് ആ 1-ാം പ്രഭാഷണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ കൊടിയ കാറ്റിൻ്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ പാരമ്പര്യ യഹൂദന്മാർ ഒരു വലിയ കാഴ്ച കാണുകയാണ്. ഗലീല പുരുഷന്മാർ അവരുടെ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഓടിക്കൂടിയവരിൽ ഒരു കൂട്ടർ അവർ അത്ഭുതപ്പെടുന്നു. വേറൊരു കൂട്ടർ ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചതാണ് എന്ന് പറഞ്ഞ് അവർ കളിയാക്കുന്നു. ഇതിൻ്റെ നടുവിലാണ് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ പത്രോസ് മറ്റ് 11 പേരുടെ കൂടെ എഴുന്നേറ്റ് തൻ്റെ പ്രസംഗം താൻ ആരംഭിക്കുകയാണ്. 36-ാം വാക്യം വരെ തൻ്റെ പ്രഭാഷണമാണ്. 37-ാമത്തെ വാക്യത്തിൽ ഈ പ്രസംഗം
അവരുടെ മേൽ ക്രിയ ചെയ്തു. അവർ ചോദിക്കുകയാണ് പത്രോസിനോട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? അതിന് മറുപടിയാണ് 38-ാമത്തെ വചനം. പത്രോസിൻ്റെ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യമായി 14-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്നത്, അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളോരേ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. 15-ാം വാക്യം, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവർ അല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. പകൽ 3 മണി നേരം എന്നവിടെ എഴുതിയിരിക്കുന്നത് രാവിലെ 9 മണി എന്ന ആ അർത്ഥമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ന്യായം പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ലഹരി പിടിച്ച് ഇവർ സംസാരിക്കുകയല്ല. 9 മണി രാവിലെ പുതിയ വീഞ്ഞ് കുടിച്ച് ലഹരിയാകുവാൻ തക്കവണ്ണം സമയമായില്ല. അപ്പം നിങ്ങൾ ഊഹിക്കുന്ന കാര്യമല്ല. എന്നിട്ട് താൻ 16-ാം വാക്യം മുതൽ, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, യോവേൽ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് പ്രഭാഷണം ആരംഭിക്കുവാൻ പോകുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യോവേൽ പ്രവാചകൻ്റെ പുസ്തകവും പ്രവാചകൻ പ്രവചിച്ച വിഷയങ്ങളും അവർക്ക് നന്നായി അറിയാം. യോവേൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നു, യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിനും 2-ാം വരവിനും ഇടയ്ക്കുള്ള ആ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് പത്രോസ് കോട്ട് ചെയ്തുകൊണ്ട് 17-ാം വാക്യം മുതൽ താൻ ആരംഭിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലം, ദ ലാസ്റ്റ് ഡേയ്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിനും 2-ാം വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. യോവേൽ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ട് താൻ ആദ്യം പറയുന്നത് അന്ത്യകാലഘട്ടത്തിലെ സ്വഭാവമാണ്. താഴോട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അന്ത്യകാലഘട്ടത്തിൽ ആത്മപകർച്ച ഉണ്ടാകുമെന്നും പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടേത് പ്രവചിക്കുമെന്നും യൗവനക്കാർ ദർശനങ്ങളെ കാണുമെന്നും വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്നും എന്നിട്ട് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്നും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ള വിഷയങ്ങൾ പ്രാരംഭമായി താൻ സൂചിപ്പിച്ച് 22-ാം വാക്യം മുതൽ പത്രോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുകയാണ്. ദൈവവചന ശുശ്രൂഷയിൽ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ പ്രസംഗം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരുന്നു. ആളുകൾക്കിഷ്ടമുള്ളത് പ്രസംഗിക്കുന്നതല്ല പ്രസംഗം. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും താൻ വിവരിച്ച ശേഷം 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സൂചിപ്പിക്കുന്നു. തുടർന്ന് 24 മുതൽ 32 വരെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. 33 മുതൽ 35 വരെ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്ത യേശു. അടുത്തതായ 36-ാം വാക്യത്തിൽ താൻ ആ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന്
ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. പാരമ്പര്യത്തിൽ നിൽക്കുന്ന യഹൂദന്മാരോട് താനിങ്ങനെ സംസാരിച്ചു വന്ന് ഏറ്റവും അവസാനം നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്, ആ യേശുവിനെ ദൈവം കർത്താവായി മശിയായി വച്ചിരിക്കുന്നു എന്ന് താൻ തറപ്പിച്ച് പറയുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ കട്ട് ചെയ്യുന്നതാണ്. കുറെ ആഴ്ചകൾക്ക് മുമ്പ് ഈ യേശുവിനെയാണ് അവർ ക്രൂശിച്ചത്. ഈ ക്രൂശിച്ച യേശു ദൈവം കർത്താവാക്കി എന്നാണ് പത്രോസ് പ്രസന്റ് ചെയ്യുന്നത്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഈ വാക്ക് കേട്ടപ്പോൾ 37 വാക്യത്തിൽ, ഇത് കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ ഹൃദയത്തിനകത്ത് കുത്തലുണ്ടാകും, ഹൃദയത്തെ അത് കത്തിക്കും, ഹൃദയത്തിൽ ചെത്തലുണ്ടാകും. ഇതെല്ലാം ദൈവവചന ശുശ്രൂഷയിൽ വരുന്നതാണ്. പാരമ്പര്യ യഹൂദനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളല്ല, നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ അഭിഷക്തൻ ദൈവവചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് വലിയ ക്രിയ പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ ചെയ്യുവാൻ തുടങ്ങി. അവർ ചോദിക്കുകയാണ്, ഇത് കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് അടുത്തായി 38 വാക്യത്തിൽ പിന്നെയും താൻ പ്രസംഗിക്കുക, മറുപടി പറയുക. അവിടെയും അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കല്ല. താൻ പറയുന്ന ആദ്യത്തെ വാക്കിങ്ങനെയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവഭയമുള്ള യെരുശലേമിൽ ആരാധിക്കുവാനും പെരുന്നാൾ അറ്റൻഡ് ചെയ്യാനും കടന്നു വന്നിരിക്കുന്ന യഹൂദന്മാരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോസ്തോലന്മാരുടെ പ്രസംഗങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല അവരുടെ ശുശ്രൂഷ. അവരുടെ ഓരോ പ്രസംഗവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രൈസ്റ്റ് സെന്റേർഡുമായിരുന്നു. അവർ കേൾവിക്കാരെ ചലഞ്ച് ചെയ്തിരുന്നു, അല്ലാതെ തലോടി വിടുന്ന മെസ്സേജ് അല്ല. ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാതെ പോകാൻ സാധ്യമല്ല. ഹൃദയത്തിൽ കുത്തുകൊണ്ട ആ യഹൂദന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പത്രോസിന്റെ മറുപടിയാണ്, എന്താ അവർ ചെയ്യേണ്ടത്? 2 കാര്യം ചെയ്യണം. മാനസാന്തരപ്പെടണം, സ്നാനമേൽക്കണം. അവിടെ അന്തർലീനമായി കിടക്കുന്ന ഒരു വിഷയമുണ്ട്. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാണ് സ്നാനപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ പാപമോചനം ലഭിക്കും, പരിശുദ്ധാത്മാവെന്ന ദാനവും ലഭിക്കും. മാനസാന്തരപ്പെടുക, ഇതാണ് പത്രോസ് ആദ്യം പറഞ്ഞത്. ഈ മാനസാന്തരം എന്ന വാക്ക്
ഒരു കാലഘട്ടത്തിൽ ദൈവസഭ ശക്തമായി പ്രഘോഷിച്ച ഒരു ഉപദേശ സത്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്താണെന്ന് പഠിക്കണമെങ്കിൽ മാനസാന്തരം എന്തല്ല എന്ന് പഠിക്കണം. അനേക ആളുകൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും പുറത്തു വരുത്തുന്ന ക്രമീകരണമാണ് മാനസാന്തരം എന്നാണ്. മറ്റു ചിലർ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ചേരുന്നതാണ് മാനസാന്തരം എന്നാണ്. വേറെ ചിലർ ചിന്തിക്കുന്ന കുറച്ച് കരയുന്നതായിരിക്കും മാനസാന്തരം. ഏശാവ് കരഞ്ഞു, പക്ഷേ മാനസാന്തരത്തിനിടം കണ്ടില്ല. ചിലർ ചിന്തിക്കുന്നത് ദൈവവചന ശുശ്രൂഷയിൽ കുറ്റബോധം വരുന്നത് മാനസാന്തരമാണെന്നാണ്. അതൊക്കെ യൂദയ്ക്കുമുണ്ടായി, പക്ഷെ യൂദ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആള് കരഞ്ഞെന്നിരിക്കും, ഹൃദയത്തിൽ കുത്തൽ ഉണ്ടാകും, കുറ്റബോധമുണ്ടാകും, ഇതൊക്കെ ശരിയാണ്. എന്നാൽ യഥാർത്ഥമായി മാനസാന്തരം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ്, ഹൃദയത്തിൻ്റെ ചിന്തകൾ മാറുകയാണ്, പ്ലാൻ മാറുകയാണ്. പാപത്തിലാണ് താൻ നിൽക്കുന്നതെന്ന് ദൈവവചനത്താൽ ബോധ്യമായി പാപത്തിൻ്റെ വഴി എനിക്ക് വേണ്ട എന്ന് ഹൃദയത്തിൽ ഉറപ്പായി തീരുമാനമെടുത്ത് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. എൻ്റെ കേൾവിക്കാർക്ക് വളരെ നന്നായി അറിയാവുന്ന യേശു കർത്താവ് പറഞ്ഞ ഒരു കഥയിലെ ഒരു സൂചന ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ മാനസാന്തരം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. മുടിയനായ പുത്രൻ്റെ കഥ കേട്ടിട്ടില്ലേ? അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി ആ ചെറുപ്പക്കാരൻ അവനുണ്ടായിരുന്ന സമ്പത്തെല്ലാം ചെലവഴിച്ചു. സാമ്പത്തികമില്ലാതെ ഇരുന്നപ്പോൾ കൂട്ടുകാരവനെ വിട്ടുപോയി. ദേശത്ത് ക്ഷാമം വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ പന്നികളെ തീറ്റുന്ന ഒരു ജോലി താൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ പന്നി കഴിക്കുന്ന ആഹാരം കഴിക്കുവാൻ വിശപ്പ് നിമിത്തം ആഗ്രഹിച്ച ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ സുബോധം വന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി, അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ നല്ല ആഹാരമുണ്ട്, എന്ത് സമൃദ്ധിയുണ്ട്. അവൻ തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ ഈ പന്നിക്കൂട്ടിൽ ഇരിക്കില്ല, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകണം. ഞാൻ ചെന്നിട്ട് അപ്പനോട് പറയും, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുക, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല, എന്നെ ഒരു വേലക്കാരനായിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. ഇതവൻ ഹൃദയത്തിൽ ചിന്തിച്ചു. മാനസാന്തരമായില്ല. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ നിങ്ങൾ വായിച്ചു വന്നാൽ ഒരു കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ചെറുപ്പക്കാരൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ മടക്കയാത്ര തുടങ്ങി. ആ മടക്കയാത്രയ്ക്ക് വിളിക്കുന്ന പേരാണ് മാനസാന്തരം. അപ്പനോട് മത്സരിച്ചവൻ സുബോധം വന്നു, അവൻ എവിടെ നിൽക്കുന്നുവെന്ന് ഗ്രഹിച്ചു. മടങ്ങി അപ്പൻ്റെ വീട്ടിലേക്ക്, അപ്പൻ്റെ നിയമങ്ങളിലേക്ക്, അപ്പൻ്റെ സ്നേഹത്തിലേക്ക് ആ തിരിച്ചു പോകുന്ന മടക്കയാത്രയ്ക്ക് വിളിക്കുന്ന പേരാണ് മാനസാന്തരം. അത് ഒരു തീരുമാനമാണ്. പത്രോസ് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോസ്തലന്മാർ ശക്തമായി പ്രഘോഷിച്ച ഒരു മെസ്സേജാണ് മാനസാന്തരം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. കർത്താവിന് വഴിയൊരുക്കുവാൻ
ദൈവത്താൽ നിയോഗിതനായി വന്ന യോഹന്നാൻ സ്നാപകൻ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത് മാനസാന്തരത്തിന്റെ ദൂതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വചനത്തിൽ യേശു കർത്താവ് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാർ എല്ലാം പ്രസംഗിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ദൂതായിരുന്നു മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കലേക്ക് തിരിയുക. മാനസാന്തരം കൊണ്ട് മാത്രം സാധ്യമല്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവവചനത്തിലെ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. അങ്ങനെയല്ലേ അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നത്? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ ഉള്ളിൽ ക്രിയ നടത്തി കുറ്റബോധം വരുമ്പോൾ അവിടെ വെച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനിയും പാപത്തിൻ്റെ വഴി എനിക്ക് വേണ്ട. അങ്ങനെ തീരുമാനമെടുത്തയാൾ ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല, യേശു തമ്പുരാന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് പിതാവാം ദൈവവുമായി എനിക്ക് റീകൺസിലിയേഷൻ ഉള്ളൂ എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നയാൾ യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി ഏറ്റെടുക്കും. ഹൃദയത്തിൽ നടന്ന ആ ക്രിയയുടെ പരസ്യ പ്രഖ്യാപനമാണ് വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാപമോചനം ലഭിക്കും എന്ന് പത്രോസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ആ വാഗ്ദത്തം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഈ പ്രഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പത്രോസ് 40-ാമത്തെ വാക്യത്തിൽ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ, വേർപെടാനുള്ള ദൂതുവരെ പറഞ്ഞ് സ്നാനത്തിന് മുൻപ് പത്രോസ് അത് പറഞ്ഞു. ആ വാക്ക് കൈക്കൊണ്ടവർ. എന്താ പത്രോസിൻ്റെ വാക്ക്? സത്യസുവിശേഷം, മായം ചേർക്കാത്ത സുവിശേഷം കൈക്കൊണ്ട പാരമ്പര്യ യഹൂദൻ. അവൻ്റെ ഉള്ളിൽ നടന്ന ക്രിയയുടെ പരസ്യ പ്രഖ്യാപനമായി സ്നാനമേറ്റു. അങ്ങനെ അവരോട് ചേർന്നു. സ്നാനമേൽക്കുവാൻ അവരാരോടും പോയി അനുവാദം ചോദിച്ചല്ല സ്നാനമേറ്റത്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ക്രിയ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു. ദൈവത്തിൻ്റെ ക്ഷമ വേണമെങ്കിൽ പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, മാനസാന്തരപ്പെടണം, തിരിയണം, ടേൺ ടു ഗോഡ്. അവർ തിരിഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു. അനേക ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെ സ്നാനത്തെക്കുറിച്ച് പഠിച്ച് വർഷങ്ങളെടുത്ത് പഠിച്ചിട്ടാണ് സ്നാനപ്പെടേണ്ടതെന്ന്. തീർച്ചയായും സ്നാനം എന്താണെന്ന് അറിവുണ്ടായിരിക്കണം. എന്നാലും അപ്പോസ്തല പ്രവർത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ ഉടൻ സ്നാനപ്പെടുന്നതായിട്ടാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. ഒരുപക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ ലേറ്റ് ആയത്.
3 ദിവസം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും ഇതുവരെ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ. സ്നാനം ആവശ്യമാണ്. അത് യേശുവിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ സഭ അത് ചെയ്തു വന്നതാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അല്ലാതെ വിശ്വാസം വരുന്നതിന് മുമ്പ് സംഘടനയുടെ നിയമമായി നാം പലപ്പോഴും ചെയ്യുന്നത് തിരുവെഴുത്തിൽ അതിന് ആധാരമില്ല. അത് തെറ്റാണ്. ഈ പാരമ്പര്യ യഹൂദന്മാർ അവർ സ്നാനപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ്. 47-ാമത്തെ വചനത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പത്രോസിൻ്റെ പ്രസംഗം, ശക്തമായ പ്രസംഗം, പാരമ്പര്യ യഹൂദനെ കോൺഫ്രോണ്ട് ചെയ്ത ഗോസ്പൽ, അവരെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നടത്തിയ ഗോസ്പൽ. അവർക്കിഷ്ടമുള്ളതല്ല താൻ പ്രസംഗിച്ചത്. റിസൾട്ട് ഓറിയന്റഡ് ആയ പ്രസംഗം, അവരെ ചലഞ്ച് ചെയ്ത മെസ്സേജ്. ഇതാണ് പത്രോസ് പ്രസംഗിച്ചത്. യെരുശലേം സഭ ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യത കൊടുത്തു. എന്നാൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്നാനപ്പെട്ടവർ അവരുടെ ചർച്ച് ലൈഫിനെ കുറിച്ച്, സ്നാനപ്പെട്ടവരുടെ അനന്തരമായിട്ട് അവർ ചെയ്തതെന്താണ്? 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇംഗ്ലീഷിൽ they devoted themselves to the teaching of the apostles. പത്രോസ് പ്രസംഗിച്ചു സുവിശേഷം, പ്രസംഗം കൈക്കൊണ്ടു, ദൈവാത്മാവിന്റെ ക്രിയ അവരുടെ ഉള്ളിലുണ്ടായി. അവർ കമ്മിറ്റ്മെന്റ് എടുത്തു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നു, ദൈവസഭയോട് ചേർന്നു. അടുത്ത പടി എന്താ? യെരുശലേം സഭയിൽ ഉപദേശമുണ്ടായിരുന്നു, അപ്പോസ്തോലിക് ടീച്ചിങ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭയിൽ അപ്പോസ്തോലിക ഉപദേശമുണ്ടോ? അപ്പോസ്തോലിക ഉപദേശമുള്ളതല്ലേ ദൈവസഭ? സഭ എന്ന് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറെ ആളുകളെ നമ്മൾ കൂട്ടി ഏതെങ്കിലും ഒരു ക്രിസ്തീയ പേരിടുന്നത് സഭയാവണമെന്നില്ല. അതിൻ്റെ നടുവിൽ യേശു ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുകയും വരുത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ദൈവമക്കൾക്കറിയാമല്ലോ. ലവോദിക്യ സഭയുടെ ഉള്ളിൽ യേശുവില്ല, വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന തിരുവെഴുത്ത് പറയുന്നത്. ലേബൽ ഉള്ളത് കൊണ്ട്, ബോർഡ് എഴുതി വെച്ചത് കൊണ്ട് യേശു അതിൻ്റെ നടുവിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവവചനത്താൽ പണിയപ്പെടുന്നതാണ് ദൈവസഭ. ദൈവസഭയിൽ പ്രസംഗമുണ്ട്, ദൈവസഭയിൽ ഉപദേശമുണ്ട്. അത് ദൈവവചനത്തിൻ്റെ പാറ്റേൺ ആണ്. യെരുശലേം സഭയിൽ ശക്തമായ അപ്പോസ്തോലിക ഉപദേശം ഉണ്ടായിരുന്നു. ഉപദേശത്തിലാണ്, ടീച്ചിങ്സിലാണ് പുതിയ കൺവേർട്സിനെ ഉപദേശ സത്യങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തുന്നത്.
ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ തികവുള്ളവരായി തീരേണ്ടതിന് ഉപദേശം ആവശ്യമാണ്. ഉപദേശമില്ലാത്ത ഒരിടത്താണ് താങ്കൾ പോകുന്നതെങ്കിൽ ഈ വചനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, വേർപെടുക. ഉപദേശം, ദൈവവചനത്തിൻ്റെ ടീച്ചിങ്സ് ആണ് അകത്തെ മനുഷ്യന്റെ ബലം, അകത്തെ മനുഷ്യന്റെ ആഹാരം. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടുവാൻ ദൈവവചനത്തിൻ്റെ ടീച്ചിങ്സ് ഉണ്ടാവണം. അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ എഫെസോസിലും ക്രേത്തയിലും മൂപ്പന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്കുണ്ടാകേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വിവരിക്കുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ടീച്ചിങ്ങിൻ്റെ എബിലിറ്റി ഇല്ലാത്ത ഒരാൾ മൂപ്പനായിരിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വന്നുപോയ പ്രശ്നങ്ങളാണ്. 3-4 പേരെ നമ്മൾ കൂട്ടി നമ്മൾ ഒരു സംഘടനയാകും, അല്ലെ സഭയായിട്ട് പോകുന്നു. ആളുകൾക്ക് കൃത്യമായ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നില്ല. അത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? പലരും വളരെ ബലഹീനരായ ആളുകളായി മാറുന്നു. ഏത് കാറ്റിൻ്റെ, ഉപദേശത്തിൻ്റെ ഏത് കാറ്റടിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജനം പലരും കൺഫ്യൂഷനിലാകുന്നു. That's because there is no teaching in your church. പത്രോസ് മാത്രമല്ല ഉപദേശിച്ചത്. അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഉപദേശത്തിന് വളരെയധികം പ്രാധാന്യത കൊടുത്തയാളാണ്. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ്. എല്ലാ തിരുവഴുത്തിൽ നിന്ന് ഉപദേശം ആവശ്യമാണ്. പ്രത്യേകിച്ചും കർത്താവ് പഠിപ്പിച്ച ധാരാളം വേദഭാഗങ്ങൾ, സുവിശേഷങ്ങൾ കാണുന്നു. ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റിൽ ഇത് ചിന്തിച്ചാൽ പലരും ദൈവരാജ്യത്തിൽ പോലും അല്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? നമ്മളെ ആരും അത് പഠിപ്പിച്ചില്ല. യെരുശലേം സഭ പ്രസംഗിക്കുന്ന, ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന സഭയായിരുന്നു. ദൈവത്തിൻ്റെ വചനം ആ ദൂതാണ് നമുക്ക് തരുന്നത്. ഉപദേശം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കൺഫ്യൂഷൻസ് വരുന്നത്. എന്താണ് ഉപദേശിക്കേണ്ടത്? എല്ലാ തിരുവഴുത്തും ഉപദേശിക്കണം. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. തീത്തോസ് 2:1 പഥ്യ ഉപദേശത്തിന് ചേർന്നത് ഉപദേശിക്കും. സൗണ്ട് ഡോക്ട്രിൻ പഠിപ്പിക്കണം ദൈവസഭയിൽ. അകത്തെ മനുഷ്യൻ ആരോഗ്യം വരുന്നത് പഠിപ്പിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തമായി പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 5-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വീട് തോറും വിടാതെ ഉപദേശിക്കുന്നു. ഓരോ വീട്ടിലും കയറി ദൈവവചനം ശരിക്ക് പഠിപ്പിക്കുക. ഇത് യെരുശലേം സഭയുടെ കാര്യമാണ് ഇവിടെ ഞാൻ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രിയിലും ഇത് തന്നെ അദ്ദേഹം ചെയ്തു. നേതൃത്വം, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഡറിന് ഒരു കടപ്പാടുണ്ട്.
ദുരുപദേശങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമെങ്കിൽ പഥ്യ ഉപദേശം ജനം തിരിച്ചറിയണം. ദൈവവചന ശുശ്രൂഷയിൽ ഉഴപ്പ് വരാൻ പാടില്ല. ദൈവത്തിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മുടെ മുൻപിലിരിക്കുന്ന കോൺഗ്രിഗേഷൻ്റെ ആത്മാവിനെക്കുറിച്ചൊരു ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ടാവണം. യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ് മിനിസ്ട്രിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവദാസന്മാരിലൂടെ ചെയ്യുന്നത്. നമ്മൾ ഈ ദൈവവചനം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യത കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കിത് ബോധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു മിനിസ്ട്രി ഇല്ല. സഭായോഗങ്ങളിൽ ആരാധന ആവശ്യമാണ്. പാട്ടുകൾ പാടി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നത് ആവശ്യമാണ്. പക്ഷെ ജനം കൂടി വരുമ്പോൾ അവരുടെ ആത്മീക ആഹാരം ദൈവത്തിൻ്റെ വചനമാണ്. ഒരു കാര്യം മറ്റേ കാര്യത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു പാഠമായി ദൈവമക്കൾ സ്വീകരിക്കണമെന്ന് വളരെ താഴ്മയോടെ ദൈവസ്നേഹത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും കൃത്യമായി ഇല്ലാത്തത് നിമിത്തം ആത്മീക ആരോഗ്യമില്ലാത്ത ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിമിത്തം ഉപദേശ പെശകുകൾ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ബന്ധിക്കപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ആറ്റിറ്റ്യൂഡ് ഇതല്ലായിരുന്നു. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ തീത്തോസിനോട് ഓർഡർ ചെയ്യുകയാണ്, പഥ്യ ഉപദേശത്തിന് വിപരീതമായ ദുരുപദേശക്കാർക്കെതിരെ സ്റ്റെപ്പ് എടുക്കുവാനായി തീത്തോസിനെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ അവരുടെ വായ അടയ്ക്കണം. പഥ്യ ഉപദേശം പറഞ്ഞ് അവരുടെ വായ അടയ്ക്കണം. കാരണം അവർ ദുരുപദേശക്കാർ വീടുകളെ മുഴുവനുമായി അവരുടെ ഉപദേശം കൊണ്ട് മറിച്ചു കളയുന്നു. പൗലോസ് പറയുകയാണ്, അവർ ദുരുപദേശം പറയുന്നത് ആദായം ഉദ്ദേശിച്ചാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്നും. ശരി ഏതാണ് തെറ്റേതാണെന്ന് അറിയാൻ കഴിയാതെ അനേക ആളുകൾ കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഉത്തരവാദിത്വമെടുത്ത് ജനത്തെ കൃത്യമായ ദൈവവചനം പഠിപ്പിക്കുവാനും ആ വചനം പ്രസംഗിക്കുവാനും കർത്തൃഭൃത്യന്മാർ എഴുന്നേൽക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. ആ ഗ്രഹനിർമ്മാണം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വീടാണ് സഭ. കർത്തൃഭൃത്യന്മാർ ആ ചർച്ച്, ആ ദൈവത്തിൻ്റെ വീട് പണിയാനായി ദൈവത്തോടുകൂടി പാർട്ട്ണറായി നിൽക്കുന്നു. എന്തിനാണ് ദൈവത്തിൻ്റെ വീട്? 1 കൊരിന്ത്യർ 3:16 ദൈവം തൻ്റെ ആത്മാവിൽ വന്ന് സ്ഥിരമായി താമസിക്കേണ്ട കെട്ടിടമാണ് സഭ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീട്. അങ്ങനൊരു വീട് എങ്ങനെയാണ് ദൈവദാസന്മാർ പണിയേണ്ടത്? പൗലോസ് വേദഭാഗങ്ങൾ പറയുന്നത് അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. അതിൻ്റെ മേൽ ഒരു പണിയുണ്ട്. ആ പണി വിലയേറിയ കല്ല്, പൊന്ന്, വെള്ളി എന്നിവയുണ്ടാകണം.
മരവും പുല്ലും വൈക്കോലും കൊണ്ടുള്ള പണി അത് ചാമ്പലായി പോവും. ശോധന ചെയ്യുന്ന ന്യായവിധിയുടെ ദിവസം അത് കത്തിപ്പോകും. എന്തായി വിലയേറിയ കല്ല്? വെള്ളിയും പൊന്നും, ദൈവത്തിൻ്റെ വചനം. നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ശോധന ചെയ്യുമ്പോൾ പെർമനന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ദൈവത്തിൻ്റെ വചനമാണ്. അടിസ്ഥാനം ക്രിസ്തു, അത് ദൈവത്തിൻ്റെ വചനം. മേളിൽ പണിയുന്നത് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ വചനത്താൽ പണിയുന്ന ആ കെട്ടിടത്തിൽ താമസിക്കുവാനാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പാർട്ട്ണറാണോ? ദൈവവചനത്താൽ ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം നടക്കും. യേശു പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എങ്ങനെയാണ് യേശു പണിയുന്നത്? യേശു ദൈവദാസന്മാരുമായി പാർട്ട്ണർഷിപ്പിലാണ്. ദൈവവചനത്താൽ കർത്താവ് ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ഗ്രഹം പണിയുകയാണ്. വചനത്താൽ അല്ല പണിയുന്നതെങ്കിൽ ആ പണി വെന്തുപോകും. എന്നോട് നേരിട്ട് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമുക്ക് വചനമല്ല ആവശ്യം, വിടുതലാണ് ആവശ്യം. ആ പ്രസ്താവനയുടെ അർത്ഥം എന്താണ്? വചനത്തിനകത്തല്ലേ വിടുതലിരിക്കുന്നത്? അകത്തെ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ പുറത്തെന്ത് വിടുതൽ നടക്കട്ടെ? പുറത്ത് നടക്കുന്ന എല്ലാ വിടുതലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല, നിത്യജീവൻ പ്രാപിക്കത്തില്ല. പുറത്ത് നടക്കുന്ന വിടുതലുകളെ വില കുറഞ്ഞ് ഞാൻ കാണുകയല്ല. ആകം ഫ്രീ ആണെങ്കിൽ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നെങ്കിൽ പുറത്തെ വിടുതൽ നല്ലതാണ്. പുറത്തെ വിടുതൽ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. അത് പിന്നീടുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. അകത്ത് വിടുതൽ നടക്കണമെങ്കിൽ അകത്തെ ആഹാരം ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തയ്യാറാകട്ടെ. നിങ്ങളുടെ ചർച്ചിൽ ശരിയായ ടീച്ചിങ് ഇല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന കർത്തൃഭൃത്യന്മാർക്ക് ആ നിലയിൽ നിങ്ങൾ അപേക്ഷിക്കട്ടെ, അവരത് പഠിപ്പിക്കട്ടെ. ദൈവസഭ ആരോഗ്യമുള്ളതായി തീരണമെങ്കിൽ അപ്പോസ്തോലന്മാരുടെ മാതൃക സ്വീകരിക്കുക. യെരുശലേം സഭ കൺവേർട്ട് ചെയ്തിട്ട് ആളുകളെ വെറുതെ വിട്ടില്ല, അവരെ ദൈവവചനം പഠിപ്പിച്ചു. കാരണം എന്താ? യേശു നിർദ്ദേശിച്ചതാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ച് എൻ്റെ ശിഷ്യരാക്കണം. ഈ കൽപ്പന ഏറ്റെടുത്ത യെരുശലേം സഭ കൃത്യമായി അത് പാലിച്ചു. ഇതുപോലെ ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ, ദൈവസഭ ഒരു സൈഡിൽ പ്രസംഗിച്ച് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ മറു സൈഡിൽ അത് പഠിപ്പിച്ച് ആത്മീക പക്വതയിലേക്ക് ജനത്തെ നടത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. യെരുശലേം സഭ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റിയാണ്, ഇറ്റ് വാസ് എ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ചർച്ച്. ഈ വചനം കേട്ട ദൈവമക്കൾ ഇത് ചിന്തിക്കുകയും കാലഘട്ടത്തിൽ ദൈവവചനത്തിലേക്ക് സഭകൾ മടങ്ങി വരുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ദൈവവചനത്തിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയത് നമുക്ക് വന്ന പാളിച്ചയാണെന്ന് തിരിച്ചറിയട്ടെ. ഒരു മടങ്ങി വരവിനായി ദൈവജനം തയ്യാറാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടു. സത്യം ബോധ്യമായെങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ നേതൃത്വ സ്ഥാനത്തായിരിക്കാം, നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾ ബോധ്യമായെങ്കിൽ ഈ വചന ശുശ്രൂഷയോട് നിങ്ങൾക്ക് പ്രതികരിക്കാം. ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തൽ വന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കി
നഷ്ടപ്പെട്ടു പോയ ആ കാലത്തെക്കുറിച്ച് അനുദപിക്കുകയും വരുന്ന കാലഘട്ടത്തിൽ അതിശക്തമായി ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ, സമർപ്പിക്കപ്പെടുകയും ചെയ്യുവാൻ ഈ സമയം നിങ്ങൾ വിനിയോഗിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, ഒരിക്കലും മാഞ്ഞു പോകാത്ത, മാറിപ്പോകാത്ത ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇത് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം മുറുകെ പിടിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഞങ്ങളെ ഈ തലമുറയിൽ കർത്താവ് കണ്ട ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ ശക്തിയോടെ ദൈവവചനം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തല്ലോ. ദൈവവചനം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രചരിപ്പിക്കുവാൻ, അത് സ്പ്രെഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ദാനമായി തന്നിരിക്കാൻ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കുകയും വരുന്ന ദിവസങ്ങളിൽ അതിശക്തിയോടെ ക്രിസ്തുവിങ്കലേക്ക് പലരെയും നടത്തുന്നതോടൊപ്പം തന്നെ അവരെ ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തിയെടുക്കുവാൻ, ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കർത്താവെ, ഇന്ന് സമർപ്പിക്കപ്പെടുന്ന സകല ആളുകളുടെ മേലും ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരം വയ്ക്കുകയും ചിലരുടെ മേൽ ധാരാളമായി അങ്ങയുടെ ആത്മാവിനെ പകരുകയും ചെയ്യണമേ. അങ്ങനെ ചെയ്യുന്നതോർത്ത് കർത്താവിന് അടിയൻ സ്തോത്രം ചെയ്യുന്നു. മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ